ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം A4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹാൻഡ് വാഷ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കലക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഉണക്കാൻ വയ്ക്കാം. ഓക്കെ, ഇനി ഉണങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് ഇടവിട്ട് ലൈൻസ് ഇടാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ പേപ്പറും ഒരുമിച്ച് വെച്ചിട്ട് പശ തേക്കാം. അതിൻ്റെ മുകൾ ഭാഗത്ത് പശ തേച്ച് നന്നായി കൈയിട്ട് പരത്തി കൊടുക്കണം. എല്ലായിടത്തും ആവണം കേട്ടോ. എന്നിട്ട് നമുക്കത് ഉണക്കാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഞാൻ വരയ്ക്കുന്നത് പോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ ഉണക്കാൻ വെച്ച പേപ്പർ നന്നായി ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ എഡ്ജസൊക്കെ നന്നായി വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്രിഡ് ലൈൻസ് ആണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനും ആണെങ്കിലും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് പൂവൊക്കെ ഒട്ടിച്ച് പേപ്പർ സോപ്പ് എന്നൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് ആ ഇതിമേ പശ തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. എന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകി വെക്കാം. ഇത് സക്സസ് ആണ്. അപ്പോൾ ആർക്കും ബൈ ബൈ.